രചന വിജയ് സത്യ. എടാ ആർച്ചി ആരോ തട്ടിക്കൊണ്ടു പോന്നെടാ, ഓടി വരണടാ പിള്ളേരെ എന്നും വെളുക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റ് തൊടിയിലെ തെങ്ങിൻ ചോട്ടിൽ പോയി മൂത്രമൊഴിക്കുന്ന മുത്തശ്ശൻ താൻ തുറന്നിട്ട ഫ്രണ്ട് ഡോർ വഴി പുറത്തേക്ക് ഇറങ്ങി വന്ന് പുറത്തു നിഴലിൽ പതുങ്ങിയുന്ന ഏതോ പുരുഷന്റെ കൈ പിടിച്ച് ഓടുന്നുണ്ടപ്പോൾ അലറി വിളിച്ച് പറഞ്ഞു. പുറത്തുനിന്നുള്ള അയാളുടെ ശബ്ദം കേട്ട് ആ വീട്ടിലെ ലൈറ്റുകൾ ഒന്നിച്ചു തെളിഞ്ഞു. എന്താണ് സംഭവിച്ചതെന്നറിയാതെ സുബ്രുവും ഭാര്യയും മകൻ രംഗനാഥനും മുത്തശ്ശന്റെ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഓടി വന്നു. എടാ മക്കളെ, നമ്മുടെ ആർച്ചിക്കുട്ടി ഒരുത്തന്റെ കയ്യും പിടിച്ച് ദൈവം ഓടിപ്പോകുന്നു. പുറകെ ചെല്ലിനടാ, ഗേറ്റ് കടന്നേയുള്ളൂ. അയ്യോ, എന്റെ പേരക്കുട്ടി ആരോ കൊണ്ടുപോയേ. അയാൾ നിലവിളിച്ചു. അയ്യോ, എന്റെ മോള് പോയേ. കനകമാള് നിലവിളിച്ചുകൊണ്ട് അകത്തേക്ക് ഓടി. അത് കേട്ട് സുബ്രു രംഗനാഥനും ഒരു നിമിഷം കട്ട പിടിച്ച് ഇരുട്ടിലേക്ക് നോക്കി അന്തം വിട്ട് നിന്നു. സുബ്രുവിന്റെ ഭാര്യ കനകമാൾ അകത്തുനിന്ന് കൊണ്ടുവന്ന 2 ടോർച്ചുകൾ പിടിച്ചു വാങ്ങിച്ചുകൊണ്ട് അച്ഛനും മകനായ ഇരുളിലൂടെ അവർക്ക് പിന്നാലെ ഓടി. വേഗം വാ, ആ കിളവും ബഹളം വെച്ചിട്ടെല്ലാം കൊളായി. നിന്റെ വീട്ടുകാരെല്ലാം ഉണർന്നു തോന്നുന്നു. കുറച്ചു മാറി നിർത്തിയിട്ടിരിക്കുന്ന കാറിനടുത്തേക്ക് ആർച്ചയുടെ കയ്യും പിടിച്ച് ഓടുന്നതിൽ ജെറിൻ പറഞ്ഞു. അവൾ കിതച്ചുകൊണ്ട് കാറിനടുത്ത് എത്തിയപ്പോൾ ഹൈ ചാടിക്കരണം മക്കളെ. ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ദൗത്യം പൂർത്തിയാക്കിയ ആവേശത്തോടെ ഷെരീഫ് വിളിച്ചു പറഞ്ഞു. കാറിന്റെ ഡോർ തുറന്നു വെച്ച് കാർ സ്റ്റാർട്ടിൽ നിർത്തിയിരിക്കുകയായിരുന്നു ഷെരീഫ്. ജെറിനും ആർച്ചയും ഓടി വന്ന് കാറിൽ കയറിയതും ഷെരീഫ് കാർ മുന്നോട്ടെടുത്തു. ഈ സമയം ഓടി വന്ന രംഗനാഥൻ കാറിന്റെ പിന്നാമ്പുറത്തുമ്പോഴേക്കും കാറ് ഷെരീഫ് അതിവേഗത്തിൽ മുന്നോട്ടെടുത്തിരുന്നു. അവൻ കയ്യിലെ ടോർച്ച് കാറിന് നേരെ വലിച്ചെറിഞ്ഞുകൊണ്ട് ആക്രോശിച്ച് പറഞ്ഞു. എടാ, നിന്നെ ഞാൻ തിരിച്ചറിഞ്ഞു. നീ ജെറിനല്ലേ? എന്റെ പെങ്ങളെയും കൊണ്ട് നീ അവിടെ പോയാൽ അവിടെ വന്ന് ഈ രംഗനാഥൻ നിന്നെ തീർക്കടാ. ഞങ്ങളുടെ പെണ്ണിനെ കൊണ്ട് നീ അങ്ങനെ സുഖമായിട്ട് ജീവിക്കണ്ട. നിന്നെ ഞാൻ തീർത്തിരിക്കടാ, ഇത് സത്യം. അന്ന് വൈകിട്ട് രംഗനാഥന്റെ ലോറി അല്ലറ ചില്ലറ മെയിൻ്റെനൻസ് വർക്കിനായി വർക്ക്ഷോപ്പിൽ കയറ്റിയ ദിവസമായിരുന്ന ഭാഗ്യം. അപ്പാ, സ്കൂട്ടറിൽ ചാവിതാ, ഞാൻ അവനെ പോയി പിടിക്കട്ടെ. രംഗനാഥൻ അപ്പൻ സുബ്രുവിനെ നോക്കി അലറി. എടാ, അത് വന്ന് വണ്ടിയിൽ പെട്രോൾ കമ്മിതാൻ. രാവിലെ അടിക്കാതിരിക്കായിരുന്നു, അതിൽ പെട്രോൾ നിൽക്കുക. നേരം വെളുക്കട്ടെ, നമുക്ക് വഴിയുണ്ടാക്കാം. നിനക്ക് അവനറിയുമല്ലോ. അറിയാം, അവളുടെ കൂടെ കോളേജിൽ സീനിയറാ ആ നസ്രാണി. എടാ, അവനെന്നെ തിരിച്ചറിഞ്ഞു. അതിനെന്ത് കുഴപ്പം? അറിയട്ടെ, ഞാൻ കത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അമ്മയ്ക്കറിയാം, അതുകൊണ്ട് അമ്മയും പറയും എവിടെയാ അങ്ങോട്ടാ പോയിട്ടുള്ളതെന്നൊക്കെ. അത് ആർച്ച് ചെയ്ത് മണ്ടത്തരായി പോയി. കുഴപ്പമായി, എൻ്റെ വീട്ടിൽ പോയി അവർ പ്രശ്നം ഉണ്ടാക്കും. അതിന് നിന്റെ വീട്ടിലും കയറ്റില്ലല്ലോ നമ്മളെ, അവിടെ നിൽക്കുന്നില്ലല്ലോ നമ്മൾ. പിന്നെന്തൊരു കുഴപ്പം? നമ്മൾ ഷെരീഫിന്റെ നാട്ടിലേക്കാണല്ലോ പോകുന്നത്. അതെ അതെ, അടിപൊളി ഒരു വാടക വീട് സെറ്റാക്കിയിട്ട് മക്കളെ എൻ്റെ നാട്ടിൽ. നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ. അവിടെ ഒരു ഈച്ച പോലും മണത്തി വരില്ല. ഇവിടെ ആങ്ങളില്ലേ ആ രംഗനാഥൻ, ആളൽപ്പം കുഴപ്പക്കാരനാണ്. ലോറിക്കാരനായതുകൊണ്ട് അവനെ എല്ലാ നാടും നല്ല പരിചയമാണ്. ലോറി പണിക്ക് വെച്ച് അന്ന് തന്നെ ഒളിച്ചോടിയത് നന്നായി. നിന്നെ എന്തോ ഭീഷണിപ്പെടുത്തുന്നുണ്ടായല്ലോ. തട്ടിക്കളയുന്നു. അവന് നമ്മുടെ പൊടി പോലും കിട്ടണ്ടേ അതിന്. പാലക്കാട് നിന്ന് നേരം വെളുക്കുമ്പോഴേക്കും അവരുടെ കാറ് മലപ്പുറം പൊന്നാനിക്കെത്തി. ഏർപ്പാടാക്കി ആ വാടക വീട്ടിൽ അവരെത്തി. നന്ദിയുണ്ട് ഷെരീഫ്, ഒരിക്കലും മറക്കില്ല. കോട്ടേഴ്സ് തുറന്ന് അകത്ത് കയറവേ ജെറിൻ പറഞ്ഞു. ആ, നന്ദിയൊക്കെ അവിടെ ഇരിക്കട്ടെ. 1-2 ദിവസം ഇവിടെ അടിച്ചു വിളിക്കുക. പിന്നെ ഇവളെ പോറ്റണ്ടേ? ഇവള് മാത്രമല്ലല്ലോ, വയറ്റിലുണ്ടല്ലോ ഒരെണ്ണം. കോളേജിൽ നിന്ന് ഇവളെയും കൂട്ടി കറങ്ങിയതിൻ്റെ പാരിതോഷികം. എടാ ഷെരീഫെ, പറ്റിപ്പോയതാ. നിന്നോട് ഞാൻ പറഞ്ഞില്ല. അവളോട് അബോട്ട് ചെയ്യാൻ പറഞ്ഞു, പക്ഷെ കേൾക്കുന്നില്ല. അവിടെ അപ്പൻ്റെ അമ്മയുടെ അറിയാതെ രഹസ്യമായിട്ട് ഹോസ്പിറ്റൽ ചെയ്താലും റെസ്റ്റ് എടുക്കാനും ഗുളിയൊക്കെ കഴിക്കാൻ അവൾക്ക് ആവില്ല, പിടിക്കപ്പെടും. മാത്രമല്ല, രംഗനാഥൻ ഏതൊരു കിഴങ്ങിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ ഒരുങ്ങുക. ഒക്കെ ആലോചിച്ചപ്പോൾ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാമെന്ന് കരുതി. അങ്ങനെയാ എൻ്റെ ചങ്ങിൻ്റെ സഹായം തേടിയത്. ഐ, അതിനെന്താടാ, ഞാനത് 100% സക്സസ് ആക്കി തന്നല്ലോ. അതിനുള്ള നന്ദി ഞാൻ പറഞ്ഞു. അതാ ഞാൻ പറഞ്ഞു, നന്ദിയല്ല വേണ്ട. നിനക്ക് പോറ്റണമെങ്കിൽ വല്ല ജോലിയും വേണ്ടേ? ഇന്റർവ്യൂവിന് പോകാനും വലിയ ജോലിയൊക്കെ അന്വേഷിക്കാനും തൽക്കാലം പ്രാഥമികമായിട്ടുള്ള വരുമാനം വേണ്ടേ? അതിന് ഞാനൊരു വഴി കണ്ടെത്തിയിട്ടുണ്ട്. ഇത് കണ്ടോ? ഷെരീഫ് ആ വീടിൻ്റെ മുകളിൽ റിക്ഷയെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു. ഇതെൻ്റെ അനിയൻ സമീർ ഓടിച്ചുകൊണ്ടുണ്ടായ റിക്ഷയാ. അവൻ ഗൾഫിൽ പോയി. ഇത് വീട്ടിൽ ചുമ്മാ കിടക്കുക. എനിക്കാണെങ്കിൽ ഇവൻ്റെ ടാക്സി ഉണ്ടല്ലോ, അതിനൊരുപാട് വാടക ഓട്ടോ ഉണ്ട്. നീയാണെങ്കിൽ കല്യാണ ചിലവ് ഇവിടത്തേക്കുള്ള ചിലവിലേക്കായിട്ട് നിന്റെ നാട്ടിലുള്ള ഓട്ടോയും വിട്ടിട്ട് വന്നിരിക്കുന്നു. ആ പൈസ കയ്യിലിരിക്കട്ടെ, വീട്ടിലാവശ്യത്തിന് വേണ്ടി വരും. തൽക്കാലം നീ ഓട്ടോ ഓടിച്ചു. എടാ ഷെരീഫേ, നീ പിന്നെ അത്ഭുതം കാണിച്ച് ഞെട്ടിക്കുകയാണല്ലോ. ജെറിൻ ഷെരീഫിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് സന്തോഷം അറിയിച്ചു. ശരി, എന്നാ പോകണം, കുറച്ചു നേരം ഉറങ്ങണം. അവരെ ആ വീട്ടിലാക്കി ഷെരീഫ് യാത്രയായി. മധുവിധുവിന്റെ ആദ്യ നാളുകൾ ജെറിനും ആർച്ചയും വിജനമായ ഏകാന്തതയിൽ ലഭിച്ച ആ വീടിന്റെ ചുമരുകൾക്കുള്ളിൽ ഗംഭീരമായി ആഘോഷിച്ചു. 2 ദിവസം പിന്നിട്ടു. ഒരു ദിവസം രാവിലെ കുളിച്ചൊരുങ്ങി ഷെരീഫ് നൽകിയ ഓട്ടോയും എടുത്ത് ജെറിൻ സ്റ്റാൻഡിൽ ചെന്നു. മറ്റു ഓട്ടോക്കാർ അത്ഭുതത്തോടെ അവനെ നോക്കി. എന്നിട്ട് ചോദിച്ചു, വണ്ടി ഓണാൻ സമീറിന് ഉമ്മ പറഞ്ഞായിരിക്കുമല്ലേ? ജെറിൻ ചുമ്മാ മൂളി. ഷെരീഫിന് അനിയ സമീർ ആളൽപ്പം പോക്കിരിയാണ്. ആ ഓട്ടോ സ്റ്റാൻഡിൽ പുതുതായി ഒരുത്തം വന്നാൽ അങ്ങനെ അവർ വാഴിക്കാറില്ല. ഇതിപ്പോൾ സമീറിന് തന്നെ വണ്ടിയാണ്. അവൻ്റെ വണ്ടി കണ്ടാൽ തന്നെ ആ നാട്ടിലെ മറ്റു ഓട്ടോറിക്ഷക്കാരൊന്നും മിണ്ടില്ല.
സെമി എന്ന വീട്ടുകാർ പുതിയ ഡ്രൈവറാക്കിയിട്ട് ആ ഓട്ടോ അവിടെ ഓടുന്നു എന്നതുപരി അവർക്ക് പുതുതായി വന്ന ആളെക്കുറിച്ച് ഒന്നും അറിയില്ല. ഷെരീഫിന് ആ ഓട്ടോ സ്റ്റാൻഡിൽ നല്ല പിടിപാടുണ്ട്. അതുകൊണ്ട് മറ്റു ഓട്ടോക്കാർ വലിയ പ്രശ്നങ്ങളൊന്നും സൃഷ്ടിച്ചില്ല. ജെറിനാകട്ടെ ആരോടും വലിയ അടുപ്പം കൂടാനും നിന്നില്ല. അവന്റെ മനസ്സിൽ എങ്ങനെയെങ്കിലും താൻ പഠിച്ച ബിരുദത്തിനനുസരിച്ചുള്ള ജോലി നേടണമെന്നുള്ള ഒരൊറ്റ ആഗ്രഹമായിരുന്നു. IT പഠിച്ച സർട്ടിഫിക്കറ്റ് ലഭിക്കാനുണ്ട്. അത് നാട്ടിൽ പോയേ പറ്റൂ. ആ സർട്ടിഫിക്കറ്റ് കൂടി ഉണ്ടെങ്കിൽ കമ്പനികളിലെ ഇന്റർവ്യൂവിൽ എളുപ്പം ജോലി ലഭിക്കും. സമയം കിട്ടുമ്പോഴേക്ക് ഷെരീഫ് വന്ന കാര്യങ്ങൾ അന്വേഷിക്കും. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ജെറിൻ ആർച്ചയെ അടുത്തുള്ള ക്ലിനിക്കിൽ ചെക്കപ്പിനും മറ്റും കൊണ്ടുപോയി. അവൾക്ക് വേണ്ടുന്ന ഗർഭരക്ഷാ മരുന്നുകൾ നൽകി. നമ്മുടെ ബേബി സ്മാർട്ടാണല്ലോ, ബേബി എന്താ പറയുന്നത്? ഒരു ദിവസം ഉച്ചഭക്ഷണത്തിന് ശേഷം ആർച്ചയുടെ മടിയിൽ കിടന്ന് വളർന്നു വരുന്ന അവിടെ വൈറൽ ചെവിച്ചുകൊണ്ട് ജെറിൻ തമാശയോടെ TV പരസ്യം പറയുന്ന കേട്ട് ആർച്ച പൊട്ടിച്ചിരിച്ചു പോയി. ഇപ്പൊ ഒന്നും പറയില്ല, കുറച്ചു ദിവസം കഴിയുമ്പോൾ ചവിട്ടൊക്കെ കിട്ടും. നീ ചവിട്ടോടാ, ഈ അപ്പനെ ചവിട്ടോടാ. ആർച്ച അത് പറഞ്ഞപ്പോൾ ജെറിൻ ചാടിനീറ്റോണ്ട് ചോദിച്ചു. എനിക്കല്ലേ കൊള്ളുന്നു? ആ അത് ശരിയാണല്ലോ. അപ്പോഴേക്കും ജെറിന്റെ ഫോണിൽ ഒരു മെസ്സേജ് വന്നു. അവനത് ഓപ്പൺ ആക്കി. എടി, ഇന്നാൾ നൽകിയൊരു ജോലിയുടെ ആപ്ലിക്കേഷൻ ഇന്റർവ്യൂ ഡേറ്റ് ആയിട്ടുണ്ട്. ആണോ? എപ്പോഴാ? ഇന്ന് സൺഡേ അല്ലേ? ഇന്റർവ്യൂ വരുന്ന ബുധനാഴ്ച കാലിക്കറ്റ് വെച്ചാ. എനിക്കതിന് മുമ്പ് നാട്ടിൽ പോയിട്ട് ആ IT സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചു വരണം. അതിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് വരെ ഒന്ന് പോകണം. അതിനെന്താ, ജെറിൻ പോയി വാങ്ങിയിട്ട് വാ. നിന്നെ ഇവിടെ തനിച്ച് വിട്ട് എങ്ങനെ അടി പോവുക? വെളുപ്പിന് പോയിട്ട് രാത്രി ആകുമ്പോഴേക്കും വരാമല്ലോ. എന്നാലും അതുവരെ നീ ഇവിടെ തനിച്ച്. അത് കുഴപ്പമില്ല, നമുക്ക് ജോലിയല്ലേ പ്രധാനം. കാലിക്കറ്റ് ജോലി ലഭിച്ചു കഴിഞ്ഞു പിന്നെ അവിടെ പോയി താമസിക്കാമല്ലോ. ശരി, അപ്പോൾ പോവാല്ലേ? അങ്ങനെ പിറ്റേന്ന് പ്രഭാതത്തിൽ തന്നെ ജെറിൻ നാട്ടിലേക്ക് സർട്ടിഫിക്കറ്റിനായി പുറപ്പെട്ടു. ആദ്യം തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെത്തി. സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ഉണ്ടായിരുന്നു. പക്ഷേ സൈൻ ചെയ്താൽ പ്രിൻസിപ്പൾ ഇല്ല. അദ്ദേഹം ദൂരെ എവിടെ പോയിരിക്കുകയാണ്. വൈകിട്ട് മാത്രമേ എത്തുള്ളൂ. ജെറിൻ വൈകിട്ട് അയാൾ എത്തും വരെ അവിടെ തന്നെ സമയം ചെലവഴിച്ചു. അത് വാങ്ങിച്ചെടുത്തു. തന്നെ വീട്ടുകാർ കണ്ടാൽ പ്രശ്നമാകുന്നതുകൊണ്ട് വീട്ടിലേക്ക് പോയില്ല. ഇനി നേരെ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലേക്ക്. 7 മണിക്ക് ലോക്കൽ ട്രെയിൻ ഉണ്ട്. ഫാറൂഖിൽ ഇറങ്ങിയിട്ട് നേരെ പൊന്നാനിയിൽ പോകണം. അതാണ് ലക്ഷ്യം. മാർക്കറ്റ് റോഡ് വഴി അവൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് വെച്ച് പിടിച്ചു. രംഗനാഥൻ പാലക്കാട് റെയിൽവേയുടെ വെയർ ഹൗസിംഗ് കോർപ്പറേഷനിൽ ലോഡ് ഇറക്കാൻ ചെന്നതായിരുന്നു. അപ്പോൾ സന്ധ്യയായതിനാൽ ചുമട്ടുകാർ കുറവാണ്. തന്റെ ലോറിയിൽ നിന്നും ചരക്ക് ചാക്കൽ 2-3 പേര് ഇറക്കുന്നുണ്ട്. എങ്കിലും കുറേ സമയം പിടിക്കും. ഒരു ചായ കഴിച്ചു വരാമെന്ന് കരുതി തിരക്കുള്ള ആ മാർക്കറ്റ് റോഡിലൂടെ നടക്കാനിറങ്ങി. പിന്നിലൊരു ബാഗും തൂക്കി നേരെ മുന്നിലേക്ക് നടന്നു വരുന്ന ജെറിനെ ഒരു നിമിഷം രംഗനാഥൻ കണ്ടു. ജെറിൻ ഒരുപക്ഷെ രംഗനാഥനെ ശ്രദ്ധിച്ചില്ല. രംഗനാഥൻ ജെറിൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എളുപ്പം കടന്നുപോകാൻ സാധ്യതയുള്ള ആളൊഴിഞ്ഞ റോഡിൽ ഇരുളിന്റെ മറവിൽ മൂർച്ചയുള്ള കഠാരകളിൽ കരുതി അവനെ കാത്തു പതിയിരുന്നു. ജെറിൻ അടുത്തെത്തിയതും പെട്ടെന്ന് അരികിൽ നിന്ന് കത്തിയെടുത്ത് ജെറിന്റെ പളയിൽ കയറ്റി കത്തിരിച്ച് കുടലുകൾ കട്ട് ചെയ്തു. ഉച്ചവെക്കാൻ ശ്രമിച്ച അവന്റെ വായ മൂടിപ്പിടിച്ച് അവനെ റോഡിലെ തകർന്നു കിടക്കുന്ന ഓവുചാലിലേക്ക് തള്ളിയിട്ടു. ശേഷം കത്തിയിലെ രക്തം തുടച്ച് ഒന്നും അറിയാത്തവനെ പോലെ നടന്നുപോയി. ഒരു 5 മണിയായപ്പോൾ തൊട്ട് ആർച്ച മൊബൈലിൽ ജെറിനെ വിളിച്ചു നോക്കിയതാണ്. ആ സമയത്തൊക്കെ അവന്റെ ഫോൺ നോൺ റീച്ചബിൾ ആണ്. ട്രെയിനിലായിരിക്കും. ഒരുപക്ഷെ റേഞ്ച് കിട്ടുന്നുണ്ടാവില്ല. സന്ധ്യയായിട്ടും ജെറിനെ കാണാതായതുകൊണ്ട് ആർച്ചയ്ക്ക് വേവലാതിയായി. അവൾ അവന്റെ ഫോണിലേക്ക് പലവട്ടം വിളിച്ചു. ഇപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. രാത്രി 8 മണിയായിട്ടും എത്താറായപ്പോൾ അവൾക്ക് ഭയമായി. അവൾ ഫോണെടുത്ത് പിന്നെ ഷെരീഫിനെ വിളിച്ചു. രാവിലെ IT സർട്ടിഫിക്കറ്റിനായി നാട്ടിലേക്ക് പോയതാണ്. ഇതുവരെ വന്നിട്ടില്ലെന്ന് കാര്യം പറഞ്ഞു. എന്ത് പരിപാടി അവൻ ചെയ്ത്? ഒറ്റയ്ക്കൊരു പ്രഗ്നൻ്റായ പെണ്ണ് തനിച്ചാക്കിങ്ങനെ പോകാൻ പാടുണ്ടോ? നീ പേടിക്കണ്ട, ഞാൻ വരാം. ഷെരീഫ് ഉടനെ വീട്ടിലേക്ക് ചെന്നു. ഷെരീഫ് അവന്റെ ഫോണിൽ നിന്നും പലവട്ടം ജെറിനെ വിളിച്ചു നോക്കി. അപ്പോഴൊക്കെ സ്വിച്ച് ഓഫ് തന്നെ. ജെറിന്റെ മറ്റു കൂട്ടുകാരുടെ നമ്പരൊന്നും ഷെരീഫിന് അറിയില്ല. ഈ ഷെരീഫിന് ജെറിന് അത്രയ്ക്കും പരിചയവും തുടർന്ന് സ്നേഹബന്ധം ഉണ്ടാവാൻ കാരണം ഒരു നാൾ വാടകയും കൊണ്ട് പാലക്കാട് പോയപ്പോൾ അർദ്ധരാത്രി ഷെരീഫ് യാത്രക്കാരെയും കൊണ്ട് സഞ്ചരിച്ച വണ്ടിയുടെ ടയർ പഞ്ചറായി. സ്റ്റെപ്പിനിയും പഞ്ചറാണ്. സൺഡേ ആയതുകൊണ്ട് മിക്ക കടകളും തുറന്നിട്ടില്ല. അന്ന് സെക്കൻഡ് ഷോ നോക്കി വരികയായിരുന്ന ജെറിൻ റോഡിൽ വിഷമിച്ച് നിൽക്കുന്ന ഇവരെ കണ്ടതും ടയർ ഊരാൻ സഹായിച്ചു. ചേട്ടൻ ഇവിടെ ഇരിക്കും, വണ്ടിയിൽ യാത്രക്കാരുള്ളവരെ, ഞാൻ തന്നെ പഞ്ചറടിച്ച് വരാം എന്ന് പറഞ്ഞിട്ട് കുറേ ദൂരമുള്ള അവൻ്റെ ഏതോ കൂട്ടുകാരനെ രാത്രി വിളിച്ചു നിർത്തി ടയർ പഞ്ചറടിച്ച് കാറ്റ് നിറച്ചുകൊണ്ട് വന്ന ചങ്ക് സുഹൃത്ത് എന്നുകൊണ്ടാണ്. അതാണ് അന്ന് കൈമാറിയ ഫോൺ നമ്പറിൽ പിന്നീട് അങ്ങോട്ട് നല്ല സൗഹൃദം സ്ഥാപിക്കാൻ ഇടയായത്. അതുകൊണ്ട് തന്നെയാണ് പക്കാ ക്രിമിനലായ അവന്റെ കാമുകിയുടെ ആംഗ്ലയുടെ ഇടയിൽ നിന്നും ജെറിനൊരു പ്രശ്നം വന്നപ്പോൾ അവന്റെ കാമുകിയും കൂട്ടി ഒളിച്ചോടാൻ സഹായിച്ച് തന്നെ നാട്ടിലേക്ക് കൊണ്ടുവന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഷെരീഫ്? നേരം വിളിക്കട്ടെ ആർച്ചേ, നമുക്ക് അന്വേഷിക്കാം. ജെറിനെ പ്രതീക്ഷിച്ച് 2 പേരും അവിടെ ഇരിക്കുകയാണ്. സമയം രാത്രി 10 മണി കഴിഞ്ഞു. ഞാൻ കഴിച്ചു. ആർച്ചെന്തെങ്കിലും കഴിച്ച് കിടന്നുറങ്ങിക്കോളൂ, ഞാൻ വണ്ടി കിടന്നുറങ്ങിക്കോളാം. അയ്യോ കാറിലോ? ഷെരീഫ് പൊക്കോളൂ, രാവിലെ വന്നാൽ മതി. അത് സാറില്ല, ഞങ്ങൾക്ക് നല്ല ശീല കാറി കിടക്കുന്നു. ഈ ജെറിനെ എവിടെ പോയി കിടക്കുക? അകത്ത് വേറൊരു റൂം കൂടിയുണ്ട്. ഷെരീഫിനോട് എന്താ പറയാ? ഷെരീഫ് കാറിൽ പോയി കിടന്നപ്പോൾ അവൾ വാതിലടച്ച് ഉറങ്ങാൻ കിടന്നു. എത്ര ശ്രമിച്ചിട്ടും കണ്ണിലേക്ക് ഉറക്കം വരുന്നില്ല. ഈ ജെറിന് ഇത് എന്തു പറ്റി? പ്രഭാതത്തിൽ തന്നെ ഷെരീഫ് ആർച്ചയോട് പറഞ്ഞു. കാറുമെടുത്ത് ജെറിനെ അന്വേഷിക്കാൻ പാലക്കാട്ടേക്ക് പോയി. ആർച്ചയ്ക്ക് ഒരു സമാധാനവുമില്ല. അപ്പോഴാണ് അവൾ മൊബൈലിൽ ലൈവ് ന്യൂസ് വീഡിയോ യൂട്യൂബിൽ കാണുന്നു.
ഇന്ന് വൈകിട്ട് പാലക്കാട് മാർക്കറ്റിൽ റെയിൽവേ സ്റ്റേഷൻ റോഡിലെ ഓടിൽ കുത്തേറ്റ് മരിച്ചു നിൽ കണ്ടെത്തിയ യുവാവ് പാലക്കാട് പട്ടാമ്പി സ്വദേശിയായ ജെറിനാണെന്ന് ബന്ധുക്കൾ തിരിച്ചറിഞ്ഞു. കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് കാമുകിയോട് പൊളിച്ചോടിയ യുവാവിനെ പിന്നീട് ബന്ധുക്കൾ കാണുന്ന സ്വന്തം നാട്ടിൽ തന്നെ റോഡ് വക്കിലെ ഓടിൽ കൊല്ലപ്പെട്ട നിലയിലാണ്. പാലക്കാട് തന്നെയുള്ള പട്ടരി കുടുംബത്തിൽപ്പെട്ട പെൺകുട്ടിയുമായിട്ട് കടന്നു കളഞ്ഞ യുവാവിന്റെ മനത്തിൽ ദുരൂഹതയുണ്ടെന്ന് വീട്ടുകാർ പോലീസിനോട് പറഞ്ഞു. ആ വാർത്ത കേട്ട് ആർച്ച തരിച്ചിരുന്നു പോയി. ഈശ്വര, ഇനി എന്ത് എങ്ങനെ ജീവിക്കും? അവളുടെ കണ്ണിൽ നിന്നും ധാരധാരയായി കണ്ണീരൊഴുകി. താൻ തനിച്ചാണല്ലോ എന്നുള്ള ബോധം ഒരു നിമിഷം അവളെ പിടികൂടി. പിന്നെ പെട്ടെന്ന് ഒരു വിപത്തൈര്യം കടന്നു വന്നു. അവൾ ഷെരീഫിനെ വിളിച്ചു. ഷെരീഫ്, നമ്മുടെ ഷെരീഫ് പോയി, എന്റെ അണ്ണൻ കൊന്നു. ആർച്ച്, ഞാൻ പാലക്കാടാ ഉള്ളത്. ഇവിടെ എത്തിയപ്പോഴും ഞാനും വിവരം അറിഞ്ഞു. ഞാൻ തിരിച്ചു വരുന്നുണ്ട്, അവര് നീ സമാധാനമായിട്ടിരിക്കേ. ഷെരീഫ് ആർച്ചയുടെ വീട്ടിലേക്ക് എത്തി. അവൻ വീടിനകത്ത് പ്രവേശിച്ചതും ആർത്തലച്ചുകൊണ്ട് ആർച്ച അവനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. എനിക്കിനി ആരുമില്ലല്ലോ ഇക്ക, ഞാൻ ഇനി എന്ത് ചെയ്യും? ആർച്ച, നീ സമാധാനിക്കേ, എല്ലാത്തിനും ദൈവം വഴിയുണ്ടാക്കും. ആർച്ച കെട്ടിപ്പിടിച്ചപ്പോൾ ഉറങ്ങിയായിരുന്ന ഷെരീഫ് ഞെട്ടുണർന്നു. അവൻ തൊട്ടിലേക്ക് നോക്കി. അവനുണർന്ന് സീറോ ബൾബിനെ നോക്കി. അവന്റെ ഇരുകൈയിലെയും വിരലുകൾ നുണഞ്ഞ് എന്തോ പറയുകയാണപ്പോൾ. ശരിയാണ്, അന്ന് യുവാൻ ചെയ്യാൻ വേണ്ടി ഒളിച്ചോടി വന്ന കാമുകനായ ജെറിനെ നഷ്ടപ്പെട്ട വേദനയിൽ കരയുന്ന അവസരത്തിൽ താൻ ആർച്ച കൊടുത്ത ധൈര്യവും സമാധാനവും, തുടർന്ന് അങ്ങോട്ട് ജെറിനെ കൊന്ന സ്വന്തം ആംഗ്ലയായ രംഗനാഥനെ ജയിലിൽ കയറ്റാനും അവളുടെ ഓരോ മനോകാമനകൾ പൂർത്തീകരിക്കാനും, എന്തിനേറെ അവൾക്ക് തന്നെ ഒരു ജീവിതം കൊടുക്കാനും പര്യാപ്തമായി. നാട്ടുകാരും വീട്ടുകാരും ആദ്യം കുറ്റപ്പെടുത്തിയെങ്കിലും ഇപ്പോൾ തങ്ങളുടെ ജീവിതം കാണുമ്പോൾ ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കാര്യങ്ങൾ പറഞ്ഞു വാഴ്ത്തുകയാണ്. തനിക്കത് മതി. താൻ കണ്ട പാതിരാ സ്വപ്നം മറന്ന് ഷെരീഫ് ആർച്ചയെ സ്നേഹം കൊണ്ട് പൊതിഞ്ഞു പിടിച്ചു.